കൈകൾ ബന്ധിക്കപ്പെട്ട ഉഷസേ, നീ എങ്ങനെ നിന്റെ മകനു വേണ്ടി കലശം പണിയും? മണ്ണൊരുങ്ങിയിരിക്കുന്നു, ചൂളയും തയ്യാറായിരുന്നു. അവൻ അച്ഛനായതും അമ്മയായതും നീ മാത്രമാണ്. അവനാകട്ടെ വിഷം തീണ്ടി മരിച്ചു. അവന്റെ മുഖം കടുത്തു, കഴുത്ത് കറുത്തു. നിന്നെയോർത്തുള്ള വ്യസനം അവന്റെ കൺകോണിലിതാ ഒരു നീല വിഷത്തുള്ളി. അവന് കിടക്കാൻ നീ എങ്ങനെ കലശം മെനയും? നിന്റെ ഉദരം അവന്റെ പ്രതീക്ഷയും നിലവിളിയുമാണ്. നിന്റെ ഗർഭപാത്രം അവന്റെ അവകാശമാണ്. അച്ഛനും അമ്മയുമായവളെ, നിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നീ എന്തു ചെയ്യും? നിവാരണനെ പാറകൾക്കിടയിൽ അടക്കം ചെയ്തു. മരണത്തിൽ ഒരുവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം അവന് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദീർഘമായ മരണനിദ്രയിൽ അവൻ വിശക്കാതിരിക്കാൻ ധാന്യങ്ങൾ നിറച്ച കുംഭത്തിൽ അവനെ കിടത്തണമായിരുന്നു. കുംഭം ഉദരം തന്നെ. ഉദരത്തിൽ നിന്ന് വന്നവന് ഉദരത്തിലേക്ക് തന്നെ മടങ്ങണം. ഉഷസ് മുടന്തിയായ ആലകിയെപ്പോലെ നദിക്കരയിൽ പ്രത്യക്ഷപ്പെട്ടു. അവനെ നദിയിലേക്ക് ഒഴുക്കരുത്. അവന്റെ സഹോദരൻ ശരഭൻ നിലവിളിച്ചു. നദി എവിടേക്ക് പോകുന്നു എന്ന് ആർക്കറിയാം? ചില നദികൾ പാതാളത്തിലേക്ക് ഒഴുകുന്നു, ചിലത് യാത്രാമധ്യത്തിൽ വച്ച് പൊടുന്നനെ വറ്റിപ്പോകുന്നു. മേലാകെ ചെമ്മണ്ണ് പൂശിയവളെപ്പോലെ ഉഷസ് അവർക്കിടയിലൂടെ തന്നെ നീങ്ങിപ്പോയി. അകലെ ചെന്ന് കരഞ്ഞു തുടുത്ത മുഖം തിരിച്ച് അവരെ നോക്കി. അവനെ മണ്ണിൽ വലിച്ചെറിയരുത്. നായ്ക്കളും നരികളും കടിച്ചു വലിക്കുകയോ പുഴുക്കൾ അവന്റെ മേൽ നുരയ്ക്കുകയോ ചെയ്യും. ഉറുമ്പുകൾ തരിതരിയായി അവനെ സ്വന്തം കൂടാരത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. നിവാരണൻ അവന്റെ അമ്മ തരണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു. അവൻ സ്വന്തം ഉദരത്തിന് 1000 തവണ സുഖം തരട്ടെ എന്ന് അവൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. അവൾ ഉണ്ടാക്കിയ കലശം അവന് ആയില്ല. അവന് ഇനി അവളുടെ ഉദരത്തിലേക്ക് മടങ്ങാനാവില്ല. കരിമ്പാറയുടെ ഉദരമാണ് അവന് ചാവറയായത്. അവർ നദിക്കരയിൽ പോയി. ഉഷസ് അടിച്ചിട്ട കറുത്ത ചേല പോലെ ഇരുട്ട് നദിയെ പൊതിഞ്ഞു കിടന്നു. ശരഭൻ പറഞ്ഞു, മുലയിൽ നിന്ന് പറിച്ചു നീക്കി വിട്ടുകൊടുക്കും പോലെയാണ് തരണി അവന് വിട്ടുകൊടുത്തത്. ഒരു കണ്ണിൽ കണ്ണീരും മറുകണ്ണിൽ തീയും നിറച്ചാണ് അവൾ സുഗ്രീവാജ്ഞ അനുസരിച്ചത്. ബാലൻ അശക്തൻ. അവനെക്കൂടി ചോദിക്കുന്നു, നീതി എന്തു നീതിയാണ്? ഞാൻ അവളോട് പറഞ്ഞു, അമ്മ, ഞാനുണ്ടല്ലോ അവന്റെ കൂടെ. എനിക്ക് ആപത്ത് പിണഞ്ഞാലും അവനൊന്നും വരാതെ കാത്തുകൊള്ളാം. ശരഭൻ അവന്റെ സഹോദരന്റെ ദുർഗതിയോത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. തരണി അവളുടെ മൺപാത്രങ്ങളെല്ലാം എറിഞ്ഞുടച്ച് തന്റെ ഉദരത്തെ ശപിച്ച് വാവിട്ടിളർന്നത് അവൻ മനക്കണ്ണിൽ കണ്ടു. തരണിയോട് ഞാനെന്ത് സമാധാനം പറയും? കല്ലും ചെളിയും കൊണ്ട് പാറവിടവിനെ അവൻ ഒരു കൽക്കൂടാരമാക്കി. അത് തണുത്തതും പരുഷവുമായിരുന്നു. അവൾ ഉണ്ടാക്കുന്നത് പോലെ ഗർഭപാത്രത്തിന്റെ സുഖവും ഊഷ്മളതയും സുരക്ഷിതത്വവും അതിലുണ്ടായിരുന്നില്ല. എങ്കിലും